ജയ് ഹിന്ദ്. നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മുടെ ചുറ്റുപാടും വളരെ സേവനത്തിന് പ്രാധാന്യം നൽകുന്ന ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അവയുടെ കണക്കുകൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ, ഉദാഹരണത്തിന് ഒരു പള്ളിയോ ഒരു സ്കൂളോ അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിന് പ്രാധാന്യം നൽകുന്ന, ചാരിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന ഗ്രന്ഥശാലകളോ അല്ല എങ്കിൽ ഒരു സ്പോർട്സ് ക്ലബോ, ഇവയ്ക്കും അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പല രീതിയിൽ ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ക്യാഷിനെ എങ്ങനെയാണ് ഇവര് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ അവർ ഗവൺമെന്റിനെ കണക്ക് കാണിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ അവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്ത് ചെയ്തില്ല എങ്കിൽ? ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ ആ അക്കൗണ്ടുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാന കടമ. അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇങ്ങനെയുള്ള സംഘടനകളുടെ പ്രത്യേകത. ഇത് ലോകത്ത് എമ്പാടുമുള്ള പലതരത്തിലുള്ള ചാരിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന സംഘടനകളാണ്. നമുക്കിതിൽ ചിലതൊക്കെ പരിചയമുള്ളതാണ്, ചിലത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതാണ്. അപ്പൊ ഇവിടെയെല്ലാം എടുത്തു കാണിക്കുന്ന ചാരിറ്റിയുടെ ചില സിമ്പിൾസ് ഉണ്ട്. സാമൂഹിക സേവനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സാമ്പത്തികത്തിന് അല്ലെങ്കിൽ ലാഭത്തിന് പ്രാധാന്യം നൽകാത്ത സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നോക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ്. എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ്, ഈ വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കുക, സോഷ്യൽ, റിലീജിയസ്, ചാരിറ്റബിൾ, എഡ്യൂക്കേഷണൽ, അത്ലറ്റിക്, ലിറ്ററസി, പൊളിറ്റിക്കൽ ഓർ അതർ സച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സാമൂഹ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകുന്ന, അല്ലെ, നമ്മുടെ പള്ളികളായാലും മോസ്ക് ആയാലും അതോടൊപ്പം തന്നെ കോവിലുകൾ, അമ്പലങ്ങളായാലും, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അനാഥാലയങ്ങൾ, എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്ലറ്റിക്, സ്പോർട്സ് ക്ലബ്ബുകൾ, ലിറ്ററസി, ലൈബ്രറികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഇവരുടെയൊക്കെ കണക്ക് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പേഴ്സണൽ ഫിനാൻഷ്യൽ ഗെയിൻ വേണ്ടി, വ്യക്തിപരമായിട്ടുള്ള ലാഭം നേടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസാണ്, സേവനമാണ്, മറ്റുള്ളവർക്ക്, പബ്ലിക്കിന് എന്ത് ചെയ്യുക, സേവനം നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ദേ ഡു നോട്ട് മാനുഫാക്ചർ, പർച്ചേസ് ഓർ സെൽ ഗുഡ്സ്. അവർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയില്ല, വാങ്ങുകയില്ല, വിൽക്കുകയുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ്സിന് ഒന്നാമത്തെ പോയിന്റ്, ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ in the terms of achieving their goals for which they are created. അവരെന്തിനു വേണ്ടിയാണോ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് അത് നേടുന്നുണ്ടോ, ആ ലക്ഷ്യം നേടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? ടു ജഡ്ജ് വെദർ ദീസ് ഓർഗനൈസേഷൻസ് ആർ അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് വിത്ത് 3 E's, എക്കണോമിക്കലി, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. അവർക്ക് പല രീതിയിൽ ഫണ്ട് കിട്ടും, ക്യാഷ് അവർക്ക് കിട്ടും. അതാണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഫണ്ട് എക്കണോമിക്കലി വളരെ കറക്റ്റായിട്ട്, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി
മാക്സിമം അതിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ടു എക്സാമിൻ ദ കംപ്ലൈൻസ് ഓഫ് റൂൾസ്, റെഗുലേഷൻസ്, ബൈലാസ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിനകത്ത് ഒത്തിരി റൂൾസ് ഉണ്ട്, അതൊക്കെ അവർ അതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി. ഫോർ ഒബ്റ്റൈനിങ് ഗ്രാൻഡ്സ് ഫ്രം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് ഒത്തിരി ഗ്രാൻഡുകൾ കിട്ടും, അപ്പോൾ ആ ഗ്രാൻഡുകളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി. പിന്നെ പറയുന്നതാണ് ടു സബ്മിറ്റ് ആനുവൽ അക്കൗണ്ട്സ് ടു ദ രജിസ്ട്രാർ വിത്ത് ഹൂം ദേ ആർ രജിസ്റ്റേർഡ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളായാലും സാമൂഹിക പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങളായാലും അവയൊക്കെ രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് അക്കൗണ്ടുകൾ രജിസ്ട്രാറെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. അധികം പ്രാധാന്യമുള്ള വിഷയമല്ല, എങ്കിലും ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ഫോംഡ് ഫോർ പ്രൊവൈഡിങ് സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? സേവനത്തിന് വേണ്ടിയാണ്, പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ദീസ് ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. കൂടുതലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടി, ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ തുടങ്ങുന്നത്. ദീസ് ഓർഗനൈസേഷൻസ് ആർ മാനേജ്ഡ് ബൈ എക്സിക്യൂട്ടീവ്സ് എലക്ടഡ് ബൈ മെമ്പേഴ്സ്. അതിൽ കുറെ അംഗങ്ങളുണ്ടാവും, അവർ ഇലക്ട് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത്. ദീസ് ഓർഗനൈസേഷൻസ് ആർ ഗെറ്റിംഗ് ഫണ്ട്സ് ഫ്രം ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻഡ്സ് ഇൻ നീഡ്. പല ഡൊണേഷൻ വഴിയും ഗ്രാൻഡുകളുമായിട്ട്, ഗവൺമെന്റിന്റെ ധനസഹായത്തെയാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്, അതുവഴിയാണ് ഇവർക്ക് പണം, ഇതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പണം കിട്ടുന്നത്. ദേ ഏൺ റെപ്യൂട്ടേഷൻ ഇൻ സൊസൈറ്റി ത്രൂ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. അവർ സമൂഹത്തിൽ നല്ലൊരു പേര് നേടും. എങ്ങനെയാണ്? സമൂഹത്തിൽ അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലൂടെ ആണ് പേര് നേടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രത്യേകത. ഇനി ഇവർ എന്തൊക്കെ അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഓരോ ടോപ്പിക്കും ഓരോ സ്ലൈഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഏതൊക്കെ അക്കൗണ്ടുകളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ പറയുന്നത് ബാലൻസ് ഷീറ്റ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ബുക്ക് പഠിച്ച ആൾക്കാരാണ്, ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ബുക്ക് പഠിച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെയാണ്, അതിന്റെ മാതൃകയിൽ തന്നെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ടോപ്പിക് പഠിക്കാൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ലാഭമാണോ നഷ്ടമാണോ ഈ സ്ഥാപനത്തിന് എന്ന് കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇവർ നടത്തുന്നത്, സേവനമാണ്. അതുകൊണ്ട് വന്ന തുക എത്ര ഇൻകം, എക്സ്പെൻഡിച്ചർ എത്ര ചെലവായി, അതിന്റെ ഡിഫറൻസ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, കൂടുതലാണോ, കാശ് കൂടുതൽ കയ്യിലുണ്ടോ അതോ കാശ് കയ്യിലില്ലേ, കുറഞ്ഞു പോയോ എന്നുള്ളത് കണ്ടെത്തുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്തിനു തുല്യമാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് ഈ വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന് തുല്യമാണ്. ഇതിനകത്ത് ആ സ്ഥാപനത്തിന് വരുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ചുറ്റുപാട് ഒത്തിരി ക്ലബ്ബുകൾ ഉണ്ട് അല്ലെ, അപ്പൊ അവർക്ക് പല രീതിയിലെ ഫണ്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന ഫണ്ട് ഇവർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അത് റെസീറ്റ് സൈഡിൽ എഴുതും. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നത്, കിട്ടിയ തുക ഉപയോഗിക്കുന്നത് പേയ്മെന്റ് സൈഡിലും എഴുതും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെന്താണ്? ക്യാഷ് ബുക്കിന് തുല്യമാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ക്യാഷ് ബുക്കിന് തുല്യമാണ്. ആ സ്ഥാപനത്തിൽ വരുന്ന എല്ലാത്തരം റെസീറ്റുകളും ചിലവുകളും പേയ്മെന്റും നമ്മൾ എഴുതുന്നുണ്ട്. ഒരു പ്രത്യേകത, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന എല്ലാത്തരം റെസീറ്റും പേയ്മെന്റും എഴുതും. റെസീറ്റ് 2 തരത്തിലുണ്ട്.
ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും. ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും. റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള വരുമാനങ്ങളാണ്. ഇപ്പോൾ എൻട്രൻസ് ഫീ ആയിട്ട് കിട്ടുന്ന ചെറിയ തുക, മാസവരിയായിട്ട് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന തുക, അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഡൊണേഷൻസ്, പ്രത്യേകിച്ചൊന്നും പറയാത്ത, ഇന്ന ആവശ്യത്തിനെന്ന് പറയാത്ത ചെറിയ ഡൊണേഷൻസ്, അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ്, ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ ഇൻകമാണ്. ആ റെസീറ്റ് ആണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറെയും റെസീറ്റ് കിട്ടും. സപ്പോസ് അവര് കയ്യിലുള്ള ഒരു മെഷീനറി വിൽക്കുകയാണ്. മെഷീനറി വിൽക്കുമ്പോൾ അത് ക്യാപിറ്റൽ റെസീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ റെസീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന തുക ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അപ്പോൾ റെസീറ്റ് സൈഡിൽ രണ്ട് തരം റെസീറ്റ് കാണിക്കുന്നുണ്ട്. ക്യാപിറ്റൽ റെസീറ്റും ഉണ്ട്, റവന്യൂ റെസീറ്റും ഉണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റവന്യൂ റെസീറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞത്, ഓർത്തിരിക്കുക. അപ്പൊ രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ റെസീറ്റ് സൈഡിലുള്ള റെസീറ്റുകൾ. നമുക്ക് നോക്കാം, അതിന്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പോൾ ഇവിടെ കണ്ടോ, റെസീറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡ് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് പറയുന്നുണ്ട്, ക്യാഷും ബാങ്കും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അതിന് താഴെ ഈ മാസം കിട്ടുന്ന തുകകൾ, മാസവരിയായിട്ട് കിട്ടുന്ന തുകയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പ്രീവിയസ് ഇയറിലെ, കഴിഞ്ഞ വർഷം കിട്ടേണ്ടത് ഈ വർഷം കിട്ടിയതുണ്ടാകാം. ഈ മൂന്ന് തുകയും നമുക്ക് ഈ വർഷം കിട്ടിയതാണ്. അതിൽ കഴിഞ്ഞ വർഷം തരാനുള്ളവർ കുറച്ച് പേര് തന്നിട്ടുണ്ടായിരുന്നില്ല, അത് ഈ വർഷം തന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് ആയിരുന്നു, അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടി. അടുത്ത കറണ്ട് ഇയറിൽ ഈ വർഷത്തെ മാസവരി 200 പേര് അംഗങ്ങളാണ്, 100 രൂപ വെച്ച് മാസവരി തരണം. അപ്പോൾ ഈ വർഷത്തെ തുക നമുക്ക് എന്താ എഴുതുക? 200 × 100 20,000 എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ചില ആൾക്കാരുണ്ട് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് മാസവരി കൊടുക്കാറുണ്ട്, അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിലുള്ളത്. അങ്ങനെ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ തുകയും നമ്മൾ സബ്സ്ക്രിപ്ഷന്റെ താഴെ എഴുതും. അപ്പോൾ കഴിഞ്ഞ വർഷം തരാനുള്ളത് കിട്ടിയത് എഴുതും, ഈ വർഷം കിട്ടിയത് എഴുതും, അടുത്ത വർഷത്തേക്കുള്ളത് നേരത്തെ തന്നത് എഴുതും. അങ്ങനെ ടോട്ടൽ തുക ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കാണിക്കും. പിന്നെ പറയുന്നത് റവന്യൂ റെസീറ്റ് ആണ്. എൻട്രൻസ് ഫീ, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഡൊണേഷൻ വെറും ഡൊണേഷൻസ്, ഡൊണേഷൻ എന്നൊരു വാക്ക് മാത്രമാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ ഡൊണേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ അത് റവന്യൂ റെസീറ്റ് ആണ്. പക്ഷെ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് ആ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഫിക്സഡ് അസറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പറയും ക്യാപിറ്റൽ റെസീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എടുക്കില്ല, പക്ഷേ ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്ന തുക എടുക്കും. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. ഒരു ആജീവനാന്തകാല മെമ്പർഷിപ്പ്, സാധാരണ അംഗത്വമുണ്ട്, ദീർഘകാലയളവിലേക്കുള്ള അംഗത്വമുണ്ട്. അപ്പോൾ ദീർഘകാലയളവിലേക്കുള്ള അംഗത്വം വരുമ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്നാണ്, അതിന്റെ തുക വലുതാണ്, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ലെഗസി, പാരമ്പര്യമായിട്ട് കിട്ടിയ തുകയാണ്. പാരമ്പര്യമായിട്ട് ഇവർക്ക് ഇതിനകത്തുള്ള അംഗങ്ങൾക്ക് കിട്ടിയ തുക ഈ ക്ലബിലേക്കോ മറ്റുള്ള ഇതിലേക്കോ എടുക്കും. അങ്ങനെ വരുന്നത് ലെഗസി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഗ്രാന്റുകൾ, കോൺട്രിബ്യൂഷൻ ഫോർ ആനുവൽ ഡിന്നർ, ഒരു വർഷത്തേക്കുള്ള എന്തെങ്കിലും ഒരു സമൂഹ സദ്യയോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺട്രിബ്യൂഷൻ ഫോർ ആനുവൽ ഡിന്നർ. റെന്റ്, അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. എന്താണ്, നമ്മുടെ റവന്യൂ റെസീറ്റ് ആണ്. റെസീറ്റ് ഓൺ ആനുവൽ സ്പോർട്സ്, അവർ ഓരോ വർഷം സ്പോർട്സ് ഒക്കെ, അപ്പൊ ഇതൊരു സ്പോർട്സ് ക്ലബിന്റെ എക്സാമ്പിൾ വെച്ച് പോയിരിക്കുന്നതാണ്, എങ്കിലും ഓർത്തിരിക്കുക അവർ അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം. നമുക്കറിയാം IPL-ഉം അല്ലെങ്കിൽ ISL ഒക്കെ നടത്തുമ്പോൾ ഒത്തിരി വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പഴയ സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ് കിട്ടുന്ന തുക വരുമാനമാണ്. സെയിൽ ഓഫ് ഓൾഡ് മാഗസിൻ റവന്യൂ റെസീറ്റ് ആണ്. സൺട്രി റെസീറ്റ്, മറ്റേതെങ്കിലും തരത്തിലുള്ള തുകകൾ. അതോടൊപ്പം തന്നെ ഈ കാണിച്ചിരിക്കുന്ന ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബാങ്ക് അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ്, അവസാനത്തെ ബാലൻസ് ആണ്, നെഗറ്റീവ് ബാലൻസ് ആണ് വരുന്നതെങ്കിലാണ് ഇവിടെ വരിക. നോർമലി നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. കണ്ടോ, ക്യാഷ് ബാങ്ക് എന്ന്. ചിലപ്പോൾ ബാങ്കിന്റെ തുക കുറവായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് ഇപ്പുറത്താണ്, നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക ടു ബാലൻസ് കൈ ഡൗൺ എന്ന് പറഞ്ഞിട്ട്. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതിയപ്പോൾ ക്യാഷും ബാങ്കും എഴുതി. ബാങ്ക് പോസിറ്റീവ് ആണെങ്കിലാണ് ഡെബിറ്റ് സൈഡിൽ വരിക. നെഗറ്റീവ് ഫിഗർ ആണ് എന്ന് വെച്ചാൽ, നെഗറ്റീവ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് നോർമൽ ബാലൻസ് ഇല്ല, അതിനും താഴെയാണ്. അതിന് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്.
അപ്പോൾ നോർമൽ ബാലൻസ് ഇല്ല, നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ വരും എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് എന്താണ്, ആനുവൽ സ്പോർട്സ് എക്സ്പെൻസസ് ഉണ്ട്, സാലറി ആൻഡ് വേജസ് ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ എന്താണ് റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇത് സാലറി ആൻഡ് വേജസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റെന്റ്, റാറ്റ് ആൻഡ് ടാക്സ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻഷുറൻസ്, ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന തുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പേയ്മെന്റ്. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ബുക്ക് ആൻഡ് പീരിയോഡിക്കൽ, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ഓഡിറ്റ് ഫീ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓണറേറിയം ടു സെക്രട്ടറി. എന്താണ് ഓണറേറിയം? നമുക്ക് ക്ലബുകൾക്കൊക്കെ ഒരു സെക്രട്ടറി ഉണ്ടാവും, അയാൾ സർവീസ് നൽകുന്നതിന് ചെറിയൊരു തുക ശമ്പളം പോലെ നൽകും. അപ്പൊ അതിനെ ഓണറേറിയം എന്നാണ് പറയുന്നത്. പിന്നെ ബാങ്കുകളിൽ ട്രാൻസാക്ഷനുള്ള എന്തെങ്കിലും ചാർജുകൾ, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം അതിനുവേണ്ടിയുള്ള തുക, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ, കൺവേയൻസ് ആൻഡ് ട്രാവലിംഗ്, യാത്ര നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, സൺട്രി എക്സ്പെൻസസ്, ആനുവൽ ഡിന്നർ എക്സ്പെൻസസ്, 19% ഇൻവെസ്റ്റ്മെന്റ്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈ സാമൂഹിക സേവനം നടത്തുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അവർക്ക് കിട്ടുന്ന തുക, വൻ തുകകൾ എന്ത് ചെയ്യും, ബാങ്കുകളിലോ മറ്റ് കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 19% ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവര് കിട്ടിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയാണ് പലിശ അവർക്ക് കിട്ടുന്നത്? 19% അവർക്ക് പലിശ കിട്ടും. അപ്പൊ ഇത്രയും ചേർന്ന് നമ്മൾ ചെയ്തതിന് ശേഷം കിട്ടുന്ന ബാലൻസ്, ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും എങ്കിൽ റിമൈനിങ് എമൗണ്ടിനെ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കും. അഥവാ ബാങ്ക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ റിമൈനിങ് എമൗണ്ടിനെ നമ്മൾ ക്യാഷ് എന്നെടുക്കും. കൂട്ടുകാരെ ഓർത്തിരിക്കുക, ഇത് ചെറിയൊരു രൂപമാണ്. ഇതിനൊക്കെ വലുതായിട്ടുള്ള ഒരു അക്കൗണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അക്കൗണ്ട് നമുക്ക് നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. ഓർത്തിരിക്കുക, ഇത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. നമ്മൾ ഇതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കുന്നതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുക. ഫോർമാറ്റ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്താണ് ഓരോ ഐറ്റവും, എന്തുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ വന്നു ക്രെഡിറ്റ് സൈഡിൽ വന്നു എന്നുള്ളത് ഒരു ഉദാഹരണം ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോകാം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇപ്പോൾ കൂട്ടുകാരെ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. കാരണം ഇവിടെ ഒരു സാധനവും ഒരു പ്രോഡക്റ്റും ഉൽപ്പാദിപ്പിക്കുന്നില്ല, വാങ്ങിക്കുന്നില്ല, വിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമല്ല, മറിച്ച് സോഷ്യൽ സർവീസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലാഭം കണക്കാക്കുകയല്ല, മറിച്ച് അവർക്ക് കയ്യിൽ എന്തെങ്കിലും തുക ബാക്കിയുണ്ടോ, സർപ്ലസ് ആയിട്ടുണ്ടോ, അതോ കുറവാണോ, കയ്യിൽ തുകയൊന്നും ഇല്ലേ. ഓരോ പ്രവർത്തനങ്ങൾക്കും പല രീതിയിലും അവർക്ക് ഫണ്ടുകൾ കിട്ടും. അത് ഉപയോഗിക്കുന്നത് വഴി ചിലപ്പോൾ ചെറിയൊരു തുക അവർക്ക് മിച്ചം പിടിക്കാനാകും, ലാഭമായിട്ട് കിട്ടും. അപ്പോൾ അതുണ്ടോ ഇല്ലേ എന്ന്, അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന്, സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണ്, ഒരു നോമിനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് ക്യാപിറ്റൽ റെസീറ്റും ഉണ്ട്, റവന്യൂ റെസീറ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്തേ എടുക്കുന്നുള്ളൂ, ആ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഏതൊക്കെയാണ് റവന്യൂ ജനറേറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന, റവന്യൂ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചിലവുകൾ അല്ലെങ്കിൽ വരുമാനങ്ങൾ, റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും കണ്ടെത്തിയതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ഒരു വർഷത്തെ വരുമാനത്തിന്റെയും ചിലവിന്റെയും ഒരു സമ്മറിയാണ്, ഒരു ചുരുക്കമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ, റവന്യൂ
റെസീറ്റും റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. അതിന്റെ ബാലൻസ് പറയുന്നത് എന്താണ്? സർപ്ലസും ഡെഫിസിറ്റും ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഫോർമാറ്റ് നോക്കാം. ഫോർമാറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഒരുപാട് ഐറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചെറുതായി പോയത്, ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ് ഐറ്റങ്ങളെന്നും ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുമായിട്ട് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം റൂള്: ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത് ഡെബിറ്റ് സൈഡും, ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ വരുന്നത് ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കിയ തുക, ടു ചാരിറ്റീസ്. ടൂർണമെന്റിന് വേണ്ടി ചിലവാക്കിയ തുക, സാലറി അല്ലെങ്കിൽ വേജസ് കൊടുത്ത തുക. കൺസ്യൂമബിൾസ്, എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മൾ കുറെ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറെ വർഷത്തേക്കാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ വർഷം ചെലവാക്കി അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർത്ത സ്പോർട്സ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? അതിന്റെ ചിലവ് നമുക്കറിയണം. കാരണം നമ്മൾ ഓരോ വർഷത്തെയും പ്രത്യേകമായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ചിലവാക്കി തീർത്തിട്ടുണ്ടോ, സ്റ്റോക്കിൽ നിന്ന് എത്ര പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അതിനുവേണ്ടി പ്രത്യേകം സ്റ്റേറ്റ്മെന്റുകൾ തന്നെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ്, സ്റ്റാമ്പ്, കൊറിയർ ചാർജസ്, ടെലഫോൺ, ഇലക്ട്രിസിറ്റി ചാർജസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അഡ്വർടൈസിങ്, സൺട്രി എക്സ്പെൻസസ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, അപ് കീപ്പിംഗ് ഓഫ് ഫീൽഡ് ആൻഡ് പവേലിയൻ, ഗ്രാസ്, സീഡ്സ്, അല്ലെ, പുല്ലിന് വേണ്ടിയുള്ള വിത്തിനങ്ങൾ, പവേലിയന് വേണ്ടിയുള്ള എക്സ്പെൻസസ്, അങ്ങനെയൊക്കെ. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്, അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റ് ഡിസ്ട്രോയിഡ്, നശിച്ചു പോയത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന നഷ്ടങ്ങൾ. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോഴുള്ള നഷ്ടങ്ങൾ. ഓരോ വർഷം അടച്ചു തീർക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ തുക. മറ്റേതെങ്കിലും ജനറൽ എക്സ്പെൻസസ്. അതുപോലെ തന്നെ ചാരിറ്റി ഷോ നടത്തുമ്പോഴുള്ള ചാരിറ്റി ഷോ എക്സ്പെൻസസ്. അതിൽ നിന്ന് എന്തെങ്കിലും റെസീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കും. ദെൻ കൺവെയൻസ്, യാത്രാ ചിലവുകൾ. ഓണറേറിയം, നമ്മൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ പ്രോഗ്രാം നടത്താൻ വേണ്ടി വിളിക്കുകയാണ്, ആരെങ്കിലും ക്ലബിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്, അവർക്ക് നൽകുന്ന തുക ഓണറേറിയം. സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ഫോർ പീരിയോഡിക്കൽസ്, എല്ലാ മാസവും വരുത്തുന്ന അല്ലെങ്കിൽ ആഴ്ചക്കണക്കിന് വരുത്തുന്ന മാഗസിൻസിനൊക്കെ നമ്മൾ നൽകുന്ന തുക. അതോടൊപ്പം തന്നെ ഓഡിറ്റ് ഫീ, ട്യൂഷൻ ഫീ, അല്ലെങ്കിൽ മീറ്റിംഗ് എക്സ്പെൻസസ്, അല്ലെ, ചായയും കടിയൊക്കെ നമ്മൾ മീറ്റിംഗ്സിനൊക്കെ വാങ്ങിക്കില്ലേ, അതിൻ്റെ തുക. ഓഫീസ് എക്സ്പെൻസസ്, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, എക്സ്പെൻസസ് ഓൺ നുഗർ ഡ്രാമ, ഏതെങ്കിലും ഡ്രാമ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ. പിന്നെ ഇവരെന്തെങ്കിലും പണം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നൽകുന്ന തുക. ഇനി സർപ്ലസ് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് സൈഡും റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇവിടെയാണ് കുറവ് വരുന്നതെങ്കിൽ എക്സ്പെൻസസ് കുറവും എക്സ്പെൻഡിച്ചർ കുറവും ഇൻകം കൂടുതലാണെങ്കിൽ നമുക്ക് സർപ്ലസ് ആയിരിക്കും, ലാഭമായിരിക്കും, തുക കൂടുതലുണ്ട്, മിച്ചമുണ്ട്. ഇനി ഇവിടെ ഇൻകം സൈഡിൽ വരുന്നത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞായിരുന്നു ഇവർക്ക് കിട്ടുന്ന തുകയൊക്കെ ഇവരെന്ത് ചെയ്യും? ബാങ്കിലോ മറ്റ് കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഇൻകം കിട്ടും. എന്താണ് ഇൻകം? ഇൻട്രസ്റ്റ്, ചിലപ്പോൾ ഡിവിഡൻഡും കിട്ടും, ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ ഇവർക്ക് കിട്ടുന്ന ഫീസ്, ഓർ പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ്. സബ്സ്ക്രിപ്ഷൻ, വരുമാനം, മാസവരി. എൻട്രൻസ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ. ഇൻട്രസ്റ്റ് ഓർ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് കിട്ടുന്ന തുകകൾ. അത് ചിലപ്പോൾ ഗവൺമെന്റ് ബോണ്ടുകളിലാകാം, ഡിഫൻസ് ബോണ്ടിലാകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളിൽ അവര്, നിങ്ങൾക്കറിയാമല്ലോ, ഷെയറോ ഡിബഞ്ചറോ പോലുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. അപ്പോൾ ബോണ്ട് ഡിബഞ്ചറിന് തുല്യമാണ്. അപ്പോൾ അവിടെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പിന്നെ മറ്റേതെങ്കിലും മിസ്ലേനിയസ് റെസീറ്റ്, ലോക്കർ റെന്റ്, അവരുടെ ക്ലബിന്റെ ഹാള് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെന്റ്. പൊതുവായിട്ടുള്ള ഡൊണേഷൻസ്, സ്പെസിഫിക് ഡൊണേഷൻ ഒന്നും ഇവിടെ എടുക്കില്ല. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. കാരണം അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ജനറൽ ഡൊണേഷൻ എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡൊണേഷൻ ആണ്, അതിന് പ്രത്യേകതയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വരുമാനമായിട്ട് കരുതി നമ്മുടെ ഇൻകം സൈഡിൽ എടുക്കും. അതോടൊപ്പം തന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ന്യൂസ് പേപ്പേഴ്സ്, ഗ്രാസ്, പീരിയോഡിക്കൽ, വേസ്റ്റ് പേപ്പർ, സ്ക്രാപ്പ്, എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെ എടുക്കും, ഇൻകം സൈഡിൽ എടുക്കും. പക്ഷെ എന്തെടുക്കില്ല, സെയിൽ ഓഫ് ഫർണിച്ചർ, സെയിൽ ഓഫ് മെഷീനറി, അങ്ങനെയൊക്കെയുള്ള
വലിയ വലിയ ഫിക്സഡ് അസറ്റ്സ് പറയുമ്പോൾ നമ്മൾ എടുക്കില്ല, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അത് മാത്രം എടുക്കും നമ്മൾ. ഒരു സാധനം വിറ്റു, അസറ്റ് വിറ്റു, ഓൾഡ് അസറ്റ് വിറ്റു, അപ്പോൾ നമുക്ക് കുറച്ച് തുക ലാഭം കിട്ടി, അത് നമ്മളിവിടെ എടുക്കും. പക്ഷെ ആ വിറ്റ തുക എടുക്കില്ല, നമുക്ക് കിട്ടിയ ലാഭം പ്രോഫിറ്റ് ഇവിടെ എടുക്കും. പിന്നെ ഗവൺമെന്റ് ഗ്രാൻസിന് എയ്ഡ്, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തുകകൾ. സെയിൽ ഓഫ് ഫുഡ് സ്റ്റഫ്, ഇവരെന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടി ഈ ബിരിയാണിയോ അങ്ങനെയുള്ള ഐറ്റംസ് വെക്കുമ്പോൾ കിട്ടുന്ന ലാഭം. പ്രോഫിറ്റ് ഓൺ സ്പോർട്സ്, എന്തെങ്കിലും കോമ്പറ്റീഷൻ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭങ്ങൾ. റെസീറ്റ് ഫ്രം ചാരിറ്റി ഷോ, ചെറിയ ചെറിയ ചാരിറ്റി ഷോ, ഫിലിം ഷോസ് ഒക്കെ നടത്തി കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇവിടെ ഇൻകം കുറവാണ്, എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇൻകം കുറവ്, ചെലവ് കൂടുതൽ, വരുമാനം കുറവാണെങ്കിൽ ഡെഫിസിറ്റ് എന്നും. തുക കയ്യിലില്ല, വരുമാനം ഇല്ല, വരുമാനം കുറവാണ്. അതേസമയം വരുമാനം കൂടുതൽ, ചെലവ് കുറവാണെങ്കിൽ സർപ്ലസ് എന്നായിരിക്കും നമ്മൾ പറയുക. കൂട്ടുകാരെ നന്നായിട്ട് ഒന്ന് പഠിക്കുക ഈ ഒരു ഫോർമാറ്റ്. ഇത്രയും വിശദമായിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് വേറെ ഇടത്തും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പറഞ്ഞതനുസരിച്ച് നമുക്കൊരു ബാലൻസ് ഷീറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്, ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതുണ്ട്. അത് ബാലൻസ്ഡ് ആണോ എന്ന് നമുക്കറിയണം. കൂടുതൽ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് മാത്രം നോക്കാം. ചെറിയൊരു വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. ചെറിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തില്ല, ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു തുക ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പല രീതിയിൽ ഇവർക്ക് ഡൊണേഷൻ ആയിട്ടും ഫണ്ടുകളായിട്ടും കിട്ടും. അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ജനറൽ ഫണ്ട് എന്നോ ക്യാപിറ്റൽ ഫണ്ട് എന്നോ പറയും. അതിനോടൊപ്പം സർപ്ലസ് ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ കുറയ്ക്കും, ലെഗസിയിലെ തുക ആഡ് ചെയ്യും, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആഡ് ചെയ്യും, കാരണം ഇതെല്ലാം ക്യാപിറ്റൽ റെസീറ്റ് ആണ്. എൻട്രൻസ് ഫീ അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളത് പറയുന്നുണ്ട്. ചിലപ്പോൾ പറയും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, എൻട്രൻസ് ഫീ 10,000, അതിൽ 1000 റവന്യൂ നേച്ചറും ബാക്കിയുള്ളത് അത്രയും 10,000-ൽ 1000 റവന്യൂ നേച്ചറും ബാക്കിയുള്ള തുക ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ആ 9,000 നമ്മൾ ഇവിടെ എഴുതും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് എൻട്രൻസ് ഫീ ഇവിടെ വരുന്നത്, ക്യാപിറ്റലൈസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രം. പിന്നെ പറയുന്നത് സ്പെഷ്യൽ ഫണ്ട് ഉണ്ട്, സ്പെഷ്യൽ ഡൊണേഷൻസ് ഉണ്ട്, എൻഡോമെന്റ് ഫണ്ടുകളുണ്ട്, ലോൺ. ഇതെല്ലാം അവർക്ക് കിട്ടുന്ന ഫണ്ടുകളാണ്. ലോൺ നമുക്കറിയാം ആൾറെഡി അതൊരു ലയബിലിറ്റി ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ കൺസ്യൂമബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഐറ്റം വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള, നമ്മൾ കടത്തിന് വാങ്ങിച്ചിട്ട് അത് കൊടുക്കാനുള്ള തുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ മാസവരെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയ തുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ഇതിൽ വ്യത്യാസമായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള സ്പെസിഫിക് ഫണ്ടുകളും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, മറ്റ് അക്രൂഡ് ഇൻകങ്ങൾ, പ്ലേ ഗ്രൗണ്ട്, പ്രിപ്പയർഡ് എക്സ്പെൻസസ്, ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓർത്തോണം, ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരിക്കും. ഈ സ്പെഷ്യൽ ഫണ്ട്, മാച്ച് ഫണ്ട് കിട്ടിയ തുകയെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. മാച്ച് ഫണ്ട് എന്നും പറയും, മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. മാച്ച് ഫണ്ട് ആണെങ്കിൽ അത് ലയബിലിറ്റിയും, മാച്ച് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് അസറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. കാരണം അവർ ക്ലബിന്റെ തുക ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾസ്, അഡ്വാൻസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തുക. ഇവിടെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് വരേണ്ടത്. പിന്നെ ഫിക്സഡ് അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകൾ പറയുന്നുണ്ട് കേട്ടോ, എല്ലാത്തരം ഫിക്സഡ് അസറ്റും പറയുന്നുണ്ട്. അതിനോടൊപ്പം അതിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിന് എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. എന്തെങ്കിലും തേയ്മാനം, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യും. ഫിക്സഡ് അസറ്റിനെ പോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റും. ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ വർഷം എന്തെങ്കിലും തുക പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ഏതെങ്കിലും പോർഷൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗം വിറ്റിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ രണ്ട് സൈഡും തുല്യമായിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഓർത്തിരിക്കുക, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ടിനകത്ത് റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ ബാലൻസ് ഷീറ്റും ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ വർഷത്തെ തുടക്കത്തിലുള്ള ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും, അവസാനത്തെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും.
എന്തിനാണ് തുടക്കത്തിലുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? കാരണം ക്യാപിറ്റൽ ഫണ്ട് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ തുടക്കത്തിലെ ക്യാപിറ്റലിന്റെ തുക കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിന്റെ ഇല്ലസ്ട്രേഷൻസ് എങ്ങനെയാണ് ഓരോരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് സ്വീകരിക്കുക. അപ്പോൾ ഇത്രയും നാൾ സഹായിച്ച് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ, അത്രയും എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.